വാർത്തകൾ വിശദമായി നോക്കാം. കൊല്ലത്തിന് പിന്നാലെ തിരുവനന്തപുരത്തെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഗോഡൌണിലും അഗ്നിബാധ. തീയണയ്ക്കാനുള്ള ശ്രമത്തിനിടയിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് ജീവൻ നഷ്ടമായി. അഗ്നിബാധയിൽ 1.25 കോടി രൂപയുടെ നഷ്ടം. ഇന്ന് വെളുപ്പിന് 2 മണിയോടുകൂടിയാണ് തുമ്പയിലെ കിൻഫ്ര പാർക്കിലെ മരുന്ന് സംഭരണശാലയ്ക്ക് തീപിടുത്തമുണ്ടായത്. തീ പടർന്നു പിടിക്കുന്നത് കണ്ട് വഴിയാത്രക്കാരാണ് സെക്യൂരിറ്റിയെയും പോലീസിനെയും വിവരമറിയിച്ചത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. രാവിലെ 9 മണിയോടെയാണ് തീ പൂർണ്ണമായും കെടുത്തിയത്. രക്ഷാപ്രവർത്തനത്തിനിടയിൽ ചുമരിടിഞ്ഞ് വീണ് ചാക്ക ഫയർഫോഴ്സ് യൂണിറ്റിലെ രഞ്ജിത്ത് എന്ന ഉദ്യോഗസ്ഥന് ജീവൻ നഷ്ടമായി. അപകടം നടന്ന ഉടൻ ഇദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നിലനിർത്താൻ സാധിച്ചില്ല. രഞ്ജിത്തിന്റെ കണ്ണുകൾ ദാനം ചെയ്യാനും തീരുമാനമായി. മരണത്തിൽ മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. തീപിടുത്തത്തിനുള്ള കാരണങ്ങൾ അവ്യക്തമായി തുടരുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതേസമയം തീപിടുത്തമുണ്ടാകാനുള്ള സാഹചര്യം പരിശോധിക്കുമെന്ന് കിൻഫ്ര MD ജീവൻ ബാബു പറഞ്ഞു. കത്തി നശിച്ച അവശിഷ്ടങ്ങൾക്കിടയിൽ കണ്ടെത്തിയത് കാലാവധി കഴിഞ്ഞ മരുന്നുകളാണോ എന്നും ബ്ലീച്ചിംഗ് പൗഡറിന്റെ ഗുണനിലവാരവും പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കെമിക്കൽസും മറ്റും ബ്ലീച്ചിംഗ് പൗഡറും എല്ലാം വെച്ചിരുന്ന ഒരു കെട്ടിടമായിരുന്നു ഇത്. അപ്പോൾ അതിലേക്ക് പവർ കണക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അവിടെ നിന്നൊരു ബ്ലാസ്റ്റ് പെട്ടെന്ന് സംഭവിക്കുന്ന പോലെയുള്ളൊരു സൗണ്ട് ഉണ്ടായി എന്നും ആ സമയത്ത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി പുറത്തേക്ക് പോവുകയും ഫയർഫോഴ്സിനെ വിളിക്കുകയെല്ലാം ചെയ്ത്. പക്ഷെ അവർ വന്നൊരു ഘട്ടത്തിൽ കെട്ടിടത്തിൻ്റെ അകത്ത് തീ വളരെ വലിയ രീതിയിൽ ഉണ്ടായി എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. അപ്പോൾ അതിൽ പ്രിയപ്പെട്ട ഒരു ഫയർഫോഴ്സിൻ്റെ ഒരു അംഗം ഉദാഹരണമായിട്ട് മരണപ്പെടുകയുണ്ടായി. പരിശോധന, ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് നമ്മൾ പോലീസിനോട്, കാരണം ഫോറൻസിക് രീതിയിൽ നമ്മൾ ജസ്റ്റ് പോയി അന്വേഷിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം അതിനകത്ത് കെമിക്കൽ സാധനങ്ങളും ബാക്കിയുള്ളതുകൊണ്ട് ഫോറൻസിക്കിനെ കൂടെ ഒരു പരിശോധന ആവശ്യമുണ്ട്. തീർച്ചയായും നമുക്കിപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് മറ്റ് 1-2 ഗോഡൗൺസും ഉണ്ട് KMSCL. അത് അടിയന്തരമായിട്ട് അതിൻ്റെ ഒരു പരിശോധന നടത്താനും പ്രൊസീജിയേഴ്സ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാനും പിന്നെ കോസ് ഓഫ് ഫയറും കൂടി ഒന്ന് അടിയന്തരമായിട്ട് പരിശോധിക്കേണ്ട കാര്യമാണ്. കാലപ്പഴക്കം കഴിഞ്ഞ മരുന്നുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ തീപിടുത്തത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് പരിശോധനകളടക്കം നടക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.